ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ടെസ്റ്റിന്റെ ഫലം ഇനി മഴ തീരുമാനിക്കും. തുടക്കത്തിൽ ഓസ്ട്രേലിയ പതറിയെങ്കിലും ട്രാവിസ് ഹെഡിന്റെയും സ്റ്റീവ് സ്മിത്തിന്റെയും മികച്ച ബാറ്റിംഗാണ് ഒന്നാം ഇന്നിംഗ്സ് സ്കോർ 445 റൺസിലെത്തിച്ചത്. ബ്രിസ്ബൻ ഗാബ സ്റ്റേഡിയത്തിലെ മികച്ചൊരു ടോട്ടൽ കൂടിയാണിത്. ഇന്ത്യയുടെ ബോളിംഗ് കൊണ്ട് ഓസ്ട്രേലിയ മൊത്തത്തിൽ ഫോമിലാക്കി കൊടുത്തിട്ടുണ്ട് ഇന്ത്യ. ജസ്പ്രീത് ബുംറ ഒഴിച്ചാൽ മറ്റാർക്കും മികച്ച രീതിയിൽ ബോളിംഗ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് വ്യക്തമാണ്. എന്നാൽ മറുപടി ബാറ്റിംഗ് ഇറങ്ങി ഇന്ത്യ ആകട്ടെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 51 റൺസ് എടുത്തിട്ടുണ്ട്. 33 റൺസുമായി KL രാഹുലും റൺസൊന്നും എടുക്കാതെ രോഹിത് ശർമ്മയുമാണ് ക്രീസിൽ. ഒരു കണക്കിന് മഴ എത്തിയതുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെട്ടെന്ന് വേണം പറയാൻ. ഇന്ത്യയിലെ മുൻനിര ബാറ്റ്സ്മാരെല്ലാം വിക്കറ്റുകൾ കളഞ്ഞു തുലയ്ക്കുകയായിരുന്നു. ഓസ്ട്രേലിയയുടെ മുൻനിര ബാറ്റ്സ്മാൻമാർ അധികം റൺസ് നേടിയില്ലെങ്കിലും ബോളുകൾ ഫേസ് ചെയ്തിട്ടാണ് ഔട്ടായത്. അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ട്രാവിസ് ഹെഡിനും സ്റ്റീവ് സ്മിത്തിനും മികച്ചൊരു ടോട്ടൽ പടുത്തുയർത്താൻ കഴിഞ്ഞത്. ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാർ മോശം ബോളുകളെ മാത്രം പ്രഹരിക്കുകയായിരുന്നു വേണ്ടത്. എന്നാൽ എല്ലാ ബോളുകളിലും ബാറ്റ് വെച്ച് ഔട്ടാവുന്ന രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യശസ്വി ജയ്സ്വാൾ 4, ശുഭ്മാൻ ഗിൽ 1, വിരാട് കോഹ്ലി 3, ഋഷഭ് പന്ത് 9 എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സിൽ മഴ കാരണം 13.2 ഓവർ മാത്രമേ സാധ്യമായുള്ളൂ. ഇപ്പോഴത്തെ നില തുടർന്നാൽ ഇന്ത്യ ഫോളോ ഓൺ ചെയ്യേണ്ടി വരും. KL രാഹുലും രോഹിത് ശർമ്മയും ചേർന്ന് ഫോളോ ഓൺ ഭീഷണി ഒഴിവാക്കുമെന്നാണ് ആരാധകർ കരുതുന്നത്. ടെസ്റ്റിൽ ശേഷിക്കുന്ന സമയങ്ങളിൽ കാലാവസ്ഥ മികച്ചതല്ല. നാളെയും മഴ തുടരുമെന്നാണ് റിപ്പോർട്ട് വരുന്നത്. കുറച്ചധികം മഴ പെയ്താൽ ഗാബയിൽ ഒരു ദിവസം മുഴുവൻ ക്രിക്കറ്റ് കളി ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് വീണ്ടും സമനിലയിൽ തന്നെ അവസാനിക്കും. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.